ഹായ് ഫ്രണ്ട്സ്, ULM മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഭരിക്കുന്ന കഴുകന്മാർ എന്ന വിഷയം സംബന്ധിച്ച കഴിഞ്ഞ വീഡിയോ നാം കണ്ടു. അത് കാണാത്തവർ തീർച്ചയായും കാണുക. ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. മനുഷ്യരോട് ചെയ്തുകൊണ്ടിരിക്കുന്ന കൊടും ക്രൂര ഭീകര അക്രമ അതിക്രമ കപട കാപട്യ ചൂഷണ അഴിമതികളും മറ്റും അവസാനിപ്പിക്കുവാൻ സ്വീകരിക്കേണ്ട നടപടികളെ പറ്റിയുള്ള ക്രിയാത്മകമായ സംഭാഷണമാണ്. വിഷയം നാം ഭൂമിയിലെ വാടകക്കാരോ എന്നതാണ്. പോകാം വീഡിയോയിലേക്ക്. നാം ഏവരും ജന്മം കൊണ്ട ഭൂമിയാണ് നമ്മുടെ സൃഷ്ടികർത്താവ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. കാണുക, അതാണ് ഈ ഭൂമി. ഈ പ്രപഞ്ചത്തിൽ ആകെ കൂടി ഈ ഭൂമി ഒന്ന് മാത്രമേ ഉള്ളൂ. സകല ജീവജാലങ്ങൾക്കും അതിൽ സർവസ്വതന്ത്രമായി ജീവിതം സന്തോഷാനന്ദത്തോടെ ആസ്വദിച്ചാനന്ദിക്കുവാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും അതിൽ സുലഭമാണ്. ഏതൊരു ജീവിക്കും അതിൽ തുല്യ അവകാശമാണുള്ളത്. എന്റേത്, നിന്റേത്, നിങ്ങളുടേത്, ഞങ്ങളുടേത് എന്ന നിയമമോ നിബന്ധനകളോ ഇല്ല. ഭൂപ്രപഞ്ചത്തിൽ ആകെ കൂടി ഒരു ഭൂമി മാത്രമേ ഉള്ളൂ എങ്കിൽ പിന്നെ എങ്ങനെയാണതിൽ പല പല രാജ്യങ്ങളും പല പല രാജ്യക്കാരും ഉണ്ടായത്? കൂട്ടുകാരെ, ഭൂമിയിൽ പല പല രാജ്യങ്ങളും പല പല രാജ്യക്കാരും തനിയെ ഉണ്ടായതല്ല. സ്വാർത്ഥമതികളായ മനുഷ്യരുടെ സൃഷ്ടിയാണത്. അങ്ങനെ അവൻ ഓരോ രാജ്യങ്ങൾക്കും അതിരുകളും തീർത്തു. അതിന്റെ പരിണിത ഫലങ്ങളാണ് ഇന്ന് ലോകജനങ്ങളാകെ അനുഭവിക്കുന്നത്. അങ്ങനെയാണ് നാം വസിക്കുന്ന രാജ്യത്തിന് ഇന്ത്യ എന്ന പേരുണ്ടായതും നാം ഇന്ത്യക്കാരായതും. ഇത്തരത്തിൽ മനുഷ്യൻ ഭൂമിയെ പല പല രാജ്യങ്ങളാക്കി കീറിമുറിച്ച് വിഭജിച്ചു. അതുപോലെ മനുഷ്യരെയും പല പല രാജ്യക്കാരാക്കി വിഭജിച്ചു. അങ്ങനെ ഓരോ രാജ്യങ്ങളെയും ഭരിക്കുന്ന സർക്കാർ സംവിധാനങ്ങളും ആവശ്യത്തിനും അനാവശ്യത്തിനും അനവധി നിയമങ്ങളും വന്നു. അതിനാൽ മനുഷ്യന് മറ്റേതൊരു രാജ്യത്ത് പോകണമെങ്കിലും പാസ്പോർട്ട് വേണം, വിസ വേണം തുടങ്ങി എമിഗ്രേഷൻ നിയമങ്ങളും പാലിക്കണം. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യരുടെ പ്രകൃതിസിദ്ധമായ സ്വാതന്ത്ര്യത്തെ തടഞ്ഞു. മനുഷ്യരെ അതാത് രാജ്യങ്ങളിൽ തളച്ചിട്ടു. അങ്ങനെ മനുഷ്യന്റെ പ്രകൃതിസിദ്ധവും ജന്മാവകാശവുമായ സ്വാതന്ത്ര്യം സർക്കാർ കവർന്നെടുത്തു. ജനങ്ങളെ സർക്കാരിന്റെ ആജ്ഞാനുവർത്തികളും അടിമകളുമാക്കി മാറ്റി. ഇവിടെ നോക്കൂ, ഏത് രാജ്യത്തും ഏത് നേരത്തും പക്ഷികൾക്കും മൃഗങ്ങൾക്കും തുടങ്ങിയ മറ്റ് ജീവജാലങ്ങൾക്കും ഏത് രാജ്യത്തേക്കും യഥേഷ്ടം സർവ സ്വാതന്ത്ര്യത്തോടെ എവിടേക്കും പോകുവാനും വരുവാനും അവർക്ക് പാസ്പോർട്ട് വേണ്ട, വിസ വേണ്ട, മറ്റൊരു നിബന്ധനകളുമില്ല. പ്രകൃതിയോടിണങ്ങി പ്രകൃതിയെ സംരക്ഷിച്ച് ജീവിക്കുന്നു. ജീവിതം പരമാവധി ആസ്വദിക്കുന്നു. എന്നാൽ മനുഷ്യർക്കിത് മനുഷ്യൻ നിഷേധിക്കുന്നു. എന്തിനേറെ പറയുന്നു, മനുഷ്യന്റെ ജന്മാവകാശമായ ഭൂമി പോലും മനുഷ്യൻ നിഷേധിക്കുന്നു. അവന് ഭൂമിയിൽ താമസിക്കണമെങ്കിൽ പണം കൊടുത്ത് ഭൂമി വാങ്ങണം, ആധാരം ചെയ്യിപ്പിക്കണം, പോക്കുവരവ് ചെയ്യിപ്പിക്കണം, വർഷാവർഷം കരം കൊടുക്കണം. വീട് വയ്ക്കണമെങ്കിലോ കടമ്പകളേറെ, അതുപോലെ ജീവിക്കുവാനും. അങ്ങനെ മനുഷ്യന് ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ പ്രതിബന്ധങ്ങൾ അനവധി തരണം ചെയ്യേണ്ട അവസ്ഥ. ഇതിനുത്തരവാദി മനുഷ്യനാണ്. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാന കാര്യം, മനുഷ്യരെന്ന് മനുഷ്യരെയാകെ ഭൂമിയിലെ വാടകക്കാരാക്കി മാറ്റി. മനുഷ്യരെയെല്ലാം വിൽപ്പനയ്ക്ക് വച്ചുള്ള ഭരണ സംവിധാനം തകർത്ത് തിമിർക്കുന്നു. കൂടാതെ മനുഷ്യരെ ജാതി മത വർഗീയതയുടെ പേരിൽ ഭിന്നിപ്പിച്ചുള്ള ഭരണ സംവിധാനത്തിന്റെ ചൂഷണം മനുഷ്യരോടുള്ള വെല്ലുവിളിയാണ്. ജനങ്ങളെ സേവിക്കുവാൻ എന്ന പേരിൽ വന്ന ഭരണാധികാരികളും രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ജനസേവന സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് പകരം ജനങ്ങളെ മേൽപ്പറഞ്ഞ രീതികളിലും മറ്റും ചൂഷണം ചെയ്ത് തടിച്ചു കൊഴുക്കുന്നു.
ജനങ്ങളെ വഞ്ചിച്ച് കബളിപ്പിക്കുന്ന കപട അഴിമതി ഭരണ സംവിധാനം നടത്തുന്ന ഭരണ അധികാരികളും രാഷ്ട്രീയ നേതാക്കളും മനുഷ്യർ തന്നെയാണോ എന്ന് സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാകില്ല. കാരണം ഭരണ രാഷ്ട്രീയ നീതിന്യായ നിയമ സംവിധാന വ്യവസ്ഥകളിൽ സത്യമോ സത്യസന്ധതയോ മനുഷ്യത്വമോ നീതിന്യായ നിയമമോ കണി കാണാൻ കിട്ടുന്നില്ല. മാത്രമല്ല, ഭരണ അധികാരികൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ സാധാരണക്കാരായ നിരപരാധികളിൽ അടിച്ചേൽപ്പിച്ച് അവരെ ജയിലിലടയ്ക്കാൻ കപടത അഭിനയിക്കുന്ന ഭരണ അധികാരികളും അതിന് കൂട്ടുനിൽക്കുന്ന സംവിധാനങ്ങളുമാണെന്നുള്ളത്. അതിന്റെ തെളിവാണ് തിരുവനന്തപുരം മേയറും KSRTC ഡ്രൈവറും തമ്മിലുള്ള പ്രമാദമായ കേസ്. ഇങ്ങനെ എണ്ണി എണ്ണി പറയുവാൻ അനവധി തെളിവുകളുണ്ട്. നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നീതിന്യായ നിയമ സംവിധാനം സംരക്ഷിക്കുന്ന ഒരു സംവിധാനങ്ങളും രാജ്യത്തില്ല. അതിനുള്ള തെളിവാണ് അഴിമതി കേസുകൾ 30, 40, 45 വർഷങ്ങളും ആയാൽ പോലും മാറ്റി മാറ്റി നീട്ടി കൊണ്ടുപോകുന്നത്. ഇതിനുമപ്പുറം മറ്റെന്താണ് തെളിവ് വേണ്ടത്? അത്രമേൽ കാപട്യപൂരിതമാണ് നമ്മുടെ നിലവിലെ സംവിധാനങ്ങൾ. മനുഷ്യരെ അനാവശ്യ നിയമങ്ങൾ കൊണ്ട് ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയും ബന്ധിച്ചും പണം കൊണ്ട് ഭരിക്കുന്നു. പണമുള്ളവന് ജീവിക്കാം, അല്ലാത്തവന് മരിക്കാം. ഇതാണ് നമ്മുടെ ജനസേവനക്ഷേമ സംരക്ഷണ ഭരണം. മനുഷ്യൻ ജനിക്കുന്നത് ആരോടും ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ അല്ല. അതുപോലെ തന്നെയാണ് അവൻ പോകുന്നതും. തനിച്ചു വരുന്നു, തനിച്ചു പോകുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള അവനെ സ്വസ്ഥമായൊന്ന് ജീവിക്കുവാൻ അനുവദിക്കാത്ത നിലവിലെ എല്ലാ സംവിധാനങ്ങളും നിഷ്കരുണം അവസാനിപ്പിക്കണം. പകരം സമ്പൂർണ്ണ സമാധാന സമത്വ ഐക്യ സന്തോഷാനന്ദ ജീവിത അന്ത്യം വരെയും ആസ്വദിച്ചാനന്ദിക്കുവാൻ ഉതകുന്ന പ്രകൃതി സത്യ ജീവിതം പ്രദാനം ചെയ്യുന്ന ശാസ്ത്രീയ ജീവിത പരിവർത്തനം നടപ്പിലാക്കുവാൻ ആവശ്യമായ എല്ലാ സംവിധാന സാഹചര്യവും ഒരുക്കുവാൻ സന്നദ്ധമായി യൂണിവേഴ്സൽ ലൈഫ് മാനേജ്മെന്റ് എന്ന പേരിൽ ഡൽഹിയിൽ രൂപം കൊണ്ട സംഘടന അതിനാവശ്യമായ പ്രചരണ പ്രവർത്തനങ്ങൾ ലോകമാകെ നടത്തിവരുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഈ പറയുന്ന ജീവിതത്തിനായി ആരും അധികകാലമൊന്നും കാത്തിരിക്കേണ്ട. ലോകത്ത് ആദ്യമായി ഇന്ത്യയിൽ ഇത് 2029 നടപ്പിലാകും. ഇത് ഗ്യാരണ്ടിയാണ്. അങ്ങനെ ധനികരും ദരിദ്രരും ഇല്ലാത്ത സമത്വ ഐക്യ ജീവിത സാഹചര്യം സംജാതമാകും. മനുഷ്യജീവിതം പണം സമ്പാദിക്കുവാനോ അതിനുവേണ്ടി ജീവിക്കുവാനോ അതിനുവേണ്ടി മരിക്കുവാനോ ഉള്ളതല്ല എന്ന കാര്യം ഏവരും ഓർക്കുക. 2029 മുതൽ ഇന്ത്യയിൽ ധനികരും ദരിദ്രരും ധനവും ഇല്ലാത്ത സമത്വ ഐക്യ സന്തോഷാനന്ദ ജീവിതം ആസ്വദിച്ചാനന്ദിക്കുവാൻ ഉതകുന്ന സാഹചര്യം സൃഷ്ടിക്കുവാൻ ഏവരും ULM കേരള ഗ്രൂപ്പിൽ അണിചേരുക. കൂടാതെ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ലൈക്കും ചെയ്യുക. സുഹൃത്തുക്കൾക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു വെരി മച്ച്.